ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫോട്ടോഷോപ്പിൻ്റെ ബീറ്റ വേർഷൻ, അതിനകത്ത് വന്നിട്ടുള്ള പുതിയ ഫീച്ചേഴ്സുകളാണ്. അതിലെ ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അഡോബ് ഫയർഫ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ജനറേറ്റ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ അതിൻ്റെ ഹാൻഡ്സ് ഓൺ റിവ്യൂ ആണ്. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ട്രൈ ചെയ്യാണ്. എങ്ങനെയൊക്കെയാണ് ഇത് ലെയറിനകത്ത് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇമേജിനകത്ത് ഞാൻ ഈ റോഡിനകത്ത് ഒരു ബസ്സിനെ ആദ്യം ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇനി ആ റോഡൊന്ന് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. സോ എൻ്റെ ഇൻസ്ട്രക്ഷൻസ് കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം മേ ബി. സോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ആ റോഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി അതൊന്ന് മോഡിഫൈ ചെയ്യാം. ഇത് നമുക്ക് 3 ഓപ്ഷൻസ് കിട്ടും. ഇപ്പോൾ മിഡ് ജേണിയൊക്കെ ഉപയോഗിച്ചവർക്കറിയാം, നമുക്ക് 4 ഓപ്ഷൻസ് ഡിഫറൻസ് ഓപ്ഷൻസ് ആയിരുന്നു കിട്ടിയിരുന്നത്. സോ അതുപോലെ ഒരു 3 ഓപ്ഷൻസ് കിട്ടും. വേണമെങ്കിൽ നമുക്ക് എഗെയിൻ ജനറേറ്റ് ചെയ്ത് ലെയർ ബൈ ലെയർ ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഫോട്ടോഷോപ്പിനകത്ത് ഇങ്ങനെ സംഗതി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി കൺട്രോളാണ് അല്ലേ. ഇപ്പം എയുടെ യുദ്ധം നടക്കുകയാണ്. നമ്മളുടെ മിഡ് ജേണി ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ വേറെയും ഗൂഗിളിൻ്റെ അതുപോലെ തന്നെ ഒക്കെ ഉണ്ട്. സോ നമുക്കിത് ഫോട്ടോഷോപ്പായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. നമുക്കിഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് യൂസ് ചെയ്ത സാധനമാണ് ഇപ്പോൾ നിങ്ങളെ ഈ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നത്. സോ ഇതിൽ കുറേ അധികം അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ബൈ ലെയർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ലെയറിനെ നമുക്ക് എത്രത്തോളം കസ്റ്റമൈസ് ചെയ്യാം, ഒരു തവണ ജനറേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ടെസ്റ്റ് ചെയ്തു. സോ ആ ടെസ്റ്റ് ചെയ്ത റിസൾട്ടുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ ലെയറായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ്, അല്ലെങ്കിൽ നമ്മളതിനെ കുറേ അധികം പഠിക്കേണ്ടിയിരിക്കുന്നു. സോ അതൊക്കെ പഠിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ വഴിയെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ റെക്കോർഡ് ചെയ്ത് തന്നതാണ്. സോ ഇത് ചെയ്യുന്ന സമയത്ത് കുറേയധികം മിസ്റ്റേക്കുകൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ലൈക്ക് ഇപ്പം ഇത് നോക്കൂ, ഈ സ്കൈ റീപ്ലേസ് ചെയ്യാതെ ആ സ്കൈയുടെ ഭാഗം സെലക്ട് ചെയ്തിട്ട് വേണം സ്കൈ റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ആ ഭാഗം സെലക്ട് ചെയ്യാതെ ഒരു എൻ്റയർ ഏരിയ സെലക്ട് ചെയ്തിട്ടാണ് ചെയ്തത്. സോ നമ്മൾ എവിടെയാണോ സെലക്ട് ചെയ്യുന്നത് ആ ഏരിയയിലാണ് മാറ്റങ്ങൾ വരുന്നത്. സോ ഇപ്പോൾ ഇവിടെ ഞാൻ കറക്റ്റായിട്ട് സ്കൈ സെലക്ട് ചെയ്തു. ഇനി അവിടെ ഒരു സ്കൈ എങ്ങനെ വേണം എന്നുള്ളതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. സോ അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇൻ്റർനെറ്റിനാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്, ഇതിനകത്തല്ല. സോ നെറ്റ് കണക്റ്റഡ് ആയിരിക്കണം. നോക്കൂ, ആ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ ആംബിയൻസിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ദെൻ ഞാൻ അവിടെ കുറച്ച് ഗ്രീൻ ഫീൽഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആൻഡ് ലുക്ക്, വ്യത്യസ്തമായിട്ടുള്ള 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ഫീൽഡുകൾ വന്നു. ഇനി ആ സൈഡിലായിട്ട് ഞാൻ ഫെൻസ്, റോഡിൻ്റെ സൈഡിൽ ഉണ്ടാകുന്ന ഫെൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. സോ അവിടെയും എനിക്കൊരു 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫെൻസ് വന്നു. ഈ കളറിന് മാച്ച് ആകുന്ന രീതിയിൽ ഫെൻസ് ചെയ്തു. സോ ഇത് ഇത്രയും വലിയ ഈ ഒരു ഇമേജാണ് ഞാൻ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് വ്യത്യസ്ത ലെയറുകളായിട്ടാണ് കേട്ടോ ചെയ്തത്. സോ ദിസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. താങ്ക്സ് ഫോർ വാച്ചിങ്.